ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വീണ്ടും ഒരു ലീഫ് പ്ലാന്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രീൻ കളർ പേപ്പർ ഇച്ചിരി ലൈറ്റ് കളർ ആണെങ്കിൽ ഒന്നുകൂടെ നല്ല ഭംഗി ഉണ്ടാവും. എൻ്റെ കയ്യിൽ ഇത് ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ ഇതെടുത്തത്. അപ്പോൾ നമ്മൾ ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ട് നീളം ഒരേ അളവിൽ 4ആയിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീതി ഭാഗവും അതേ സെയിം രീതിയിൽ 4ആയിട്ട് നമ്മൾ മടക്കി ഒരേ അളവാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ കട്ട് ചെയ്ത് പീസാക്കി എടുക്കണം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പീസുകളിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഭാഗം ഒന്ന് നടുവേ മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെറിയൊരു ഹാർട്ട് ഷേപ്പ് എന്നാൽ ഒരു ലീഫ് എന്ന് തോന്നിക്കുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്ത പേപ്പറിനെ ഇനി നമുക്കൊരു ലീഫാക്കി മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ അക്രിലിക് പെയിൻറ്റിൽ ഒരു ചെറുപയർ പച്ച കളർ വരുന്ന അക്രിലിക് പെയിൻറ്റ് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഹാർട്ട് ഷേപ്പിൻ്റെ സൈഡിൽ കൂടെ ഒരു ബോർഡർ വരച്ചു കൊടുക്കുന്ന പോലെ ഇത്തിരി കട്ടിയിൽ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ വരച്ചതിന് ശേഷം സെൻറ്റർ ഭാഗത്തുനിന്ന് താഴോട്ടൊന്ന് വരച്ചു കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ ലീഫൊക്കെ വരയ്ക്കില്ലേ, ലീഫിന് നമ്മൾ ഇത് കൊടുക്കുകയുള്ളൂ. ആ രീതിയിൽ കൊടുക്കുമ്പോൾ ഒന്ന് വളച്ച് ചെറിയ ലീഫിൻ്റെ ഒറിജിനാലിറ്റി തോന്നിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെറിയ ബ്രാഞ്ച് പോലെ ഒന്ന് നൈസായിട്ട് വരച്ചും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ലീഫ് പോലെ തോന്നിക്കും. അപ്പോൾ അങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കണം. നമ്മൾ പെയിൻ്റ് അടിച്ചെടുത്ത ലീഫിനെ ഇനി നമ്മൾ വരച്ചെടുത്തതിൻ്റെ മറുവശമുണ്ടല്ലോ, മറുവശത്ത് ഒരു സെൻറ്റർ ഭാഗത്ത് നിന്ന് നമ്മുടെ അറ്റത്തേക്ക് സ്കെയിലോ പെൻസിലോ അല്ലെങ്കിൽ കത്രിക അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വലിക്കുമ്പോഴത്തേക്കും അവിടെ ഒന്ന് വളഞ്ഞ് അകത്തേക്ക് വരും. ആ രീതിയിലാക്കി എടുക്കണം. നമ്മൾ ആദ്യം ഒരു ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ട് നമ്മൾ 4ആയിട്ട് മടക്കി ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്തെടുത്തില്ലേ, അതേ സെയിം രീതിയിൽ ഒരു പേപ്പറും കൂടെ എടുത്ത് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിൽ നിന്നൊരു പീസ് എടുക്കണം. അത് നമ്മൾ ശരിച്ച് തന്നെ പൈപ്പിംഗ് രീതിയിൽ റോൾ ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അതായത് പരത്തി വലിച്ചെടുക്കണം. അപ്പോൾ നമുക്കൊരു സ്റ്റെം പോലെ കിട്ടും. അതിൻ്റെ ഒരറ്റത്തായിട്ട് ഇത്തിരി പശ തേച്ചിട്ട് നമ്മൾ ഈ ലീഫ് പോലെ ഉണ്ടാക്കി വെച്ചെടുത്തൊന്ന് ഒട്ടിച്ചും കൂടെ കൊടുക്കണം. അങ്ങനെ നമ്മളിവിടെ കുറച്ചധികം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ വീണ്ടും ഒരു A4 ഷീറ്റ് ഗ്രീൻ കളർ പേപ്പർ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡ് നീളഭാഗത്ത് നമ്മൾ തീരെ കുറച്ച് 1/2 സെൻറ്റിമീറ്റർ തന്നെ ധാരാളം അത്രയും രീതിയിലൊന്ന് മടക്കി നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് ഒരു 3-4 പീസ് എടുക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ കട്ട് ചെയ്തെടുത്ത് ഒരു പീസ് എടുത്ത് നിവർത്തി വെച്ചിട്ട് അതിൻ്റെ ചുവട് വശത്ത് കുറച്ച് പശ തേച്ച് കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ലീഫിൻ്റെ ഏറ്റവും ചെറിയ ലീഫ് നോക്കിയിട്ട് താഴ്വശത്ത് നിന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 സൈഡിലായിട്ട് 2 ലീഫുകൾ വീതം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി ഒട്ടിച്ചൊട്ടിച്ച് നമ്മളൊരു 5-6 ലെയർ മുകളിലേക്ക് തട്ട് പോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ആ ഏറ്റവും ടോപ്പ് വശത്ത് നമ്മൾ ആ നീളത്തിൽ പീസ് എടുത്തതിൻ്റെ ഒരിത്തിരി ഭാഗം വിട്ടിട്ട് വേണം നമ്മൾ ആ ഒരു ഭാഗം ഒട്ടിച്ചെടുക്കാനായിട്ട്. അങ്ങനെ നമുക്കൊരു 5 ലെയറൊക്കെ ഒരു പീസിൽ ഒട്ടിക്കാൻ കിട്ടും. അങ്ങനെ ഒരു 5-6 എണ്ണം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒരു പേപ്പർ ഗ്ലാസ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വൂളൻ ത്രെഡ് എടുക്കുന്നുണ്ട്. ഞാനിവിടെ ഗ്രീൻ എടുത്തത്, ഇഷ്ടമുള്ള കളർ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ വൂളൻ ത്രെഡിൽ എടുത്തിട്ട് നമ്മുടെ ആ ഗ്ലാസിൻ്റെ ചുവട് വശത്ത് കുറച്ച് പശ തേച്ചിട്ട് അതിൻ്റെ ഒരറ്റത്തു നിന്ന് നമ്മൾ ചുറ്റി ആ ഗ്ലാസ് മുഴുവനൊന്ന് കവർ ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഗ്ലാസിൻ്റെ ടോപ്പ് വരെ നമ്മൾ വൂളൻ ത്രെഡ് ഒട്ടിച്ചു കൊടുക്കുന്നില്ല. നമുക്കൊരു ഹോൾ ചെയ്യാനുള്ള സ്പേസ് വിട്ടിട്ടാണ് നമ്മൾ അവിടെ വൂളൻ ത്രെഡ് എൻഡ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ പഞ്ച് മെഷീൻ ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് പഞ്ച് ചെയ്ത് ഹോളാക്കി കൊടുക്കുന്നുണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റും അതുപോലെ തന്നെ ഹോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ 2 ഹോൾ കൊടുക്കുന്നുണ്ട്, അത് നമുക്ക് തൂക്കിയിടാനായിട്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു ഹോൾ കൊടുത്ത ഭാഗം മാത്രം വിട്ടിട്ട് ബാക്കി പേപ്പർ ഗ്ലാസിൻ്റെ ആ ടോപ്പ് വശം മുഴുവൻ ആ വൂളൻ ത്രെഡിനോട് ചേർത്ത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്.
അങ്ങനെ നമ്മൾ ഗ്ലാസിൻ്റെ എക്സ്ട്രാ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത ശേഷം നമ്മൾ അതിൻ്റെ രണ്ട് സൈഡിലെ ഹോളിലൂടെയും വള്ളി കുറച്ച് കെട്ടി തൂക്കിയിടാൻ പാകത്തിനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ലീഫ് പ്ലാന്റിൻ്റെ ഭാഗം ടോപ്പ് കുറച്ച് വിടണമെന്ന് പറഞ്ഞാൽ ആ ഭാഗം എടുത്ത് നമ്മുടെ ആ ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുത്ത് പുറത്തേക്ക് തൂങ്ങി നിൽക്കുന്ന രീതിയിലൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ലീഫ് പ്ലാന്റ് ഇവിടെ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ പേപ്പർ ഗ്ലാസിൻ്റെ ടോപ്പ് ഒന്ന് നമ്മുടെ ഉള്ളിലേക്ക് ഒട്ടിച്ച ഭാഗങ്ങൾ കാണാതെ ഒന്ന് കവർ ചെയ്ത് ഒരു മണ്ണൊക്കെ വെച്ച് നിറച്ച രീതിയിലൊന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഞാനവിടെ ഒരു തെർമോക്കോളാണ് ഞാൻ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് ഫിക്സ് ചെയ്ത് വെച്ചത്. അതിനുശേഷം ഞാൻ അതിൽ ബ്രൗൺ കളർ പെയിൻ്റ് അടിച്ച് കൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുക്കുക ചെയ്തത്. അപ്പം നമ്മുടെ ലീഫ് പ്ലാന്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിടുക. ഇനി ഇതുപോലെയുള്ള വീഡിയോസായിട്ട് നമുക്ക് കാണും വരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.